ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്തൊരു ലോഡ്ജിലാണ്. ഇന്ന് രാവിലെയാണ് മലപ്പുറത്ത് വന്നത്. ലോഡ്ജ് ഇതെൻ്റെ കൂട്ടുകാരൻ ചാനലാണ്. ഞങ്ങൾ ഒരുമിച്ചാണ്. വേറെ രണ്ടുപേരുണ്ട്, അവർ അപ്പുറത്തൊക്കെയാണ്. ഒരു നമ്മൾ ഇത് ഞാൻ ഇന്നലെ താമസിച്ച റൂമാണ്. ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന് വെളുപ്പിന് 5 മണിക്കാണ് റൂമിൽ വന്ന് ജോലി ചെയ്തത്. ഇനിയിപ്പം അടുത്തതെന്ന് പറഞ്ഞാൽ കോട്ടക്കുന്ന്, അവിടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്. ആ കോട്ടക്കുന്ന് പാർക്ക് ഒന്ന് കാണണം. നമുക്ക് കോട്ടക്കുന്നിലേക്ക് ഞങ്ങൾ കൂടെ വന്ന മൂന്ന് കൂട്ടുകാർ, ഫാമിലി, സന്തോഷ്, ചെടിയൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. നല്ല രീതിയിലുള്ള ഒരു വളരെ സൂക്ഷ്മമായിട്ട് പരിപാലിക്കപ്പെടുന്നൊരു പ്രദേശമാണ് ഇവിടെ. ഇവിടെ ഒരു നിർമ്മിതിയുണ്ട്. ഇവിടെ ഒരു മലപ്പുറം. നമുക്ക് അവിടോട്ടൊന്ന് പോകാം. അപ്പോൾ ഇവിടെ ഒരു ചിത്രരചന നടത്തിയിരിക്കുകയാണ്. ജസ്ഫർ കോട്ടക്കുന്ന് വർണ്ണ ആർട്ട് ഗാലറി, കേരള ലളിതകലാ അക്കാദമി, മലപ്പുറം ആർട്ട് ഗാലറി. അപ്പോൾ നമുക്ക് അകത്തോട്ടൊന്ന് പോകാം. അതിൻ്റെ കാഴ്ചകളിലേക്ക് ചേട്ടാ, ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുക. പറഞ്ഞാൽ കേരള ലളിതകലാ അക്കാദമിയുടെ മലപ്പുറം ജില്ലയിലെ ഗാലറി ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാണക്കാട് സ്റ്റേറ്റ് പാർക്ക് സ്കൂളിലെ കുട്ടികളുടെ ചിത്രപ്രദർശനമാണ്. ഇത് 5 ദിവസം ഉണ്ടാവും, വ്യാഴാഴ്ച വരെ ഉണ്ടാവും. ഇപ്പോൾ വരുന്നവർക്കെല്ലാം കാണാം, എല്ലാ സൗജന്യമായിട്ട് പ്രവേശനം. ഇവിടെ ഇപ്പം ആരുടെയൊക്കെ ചിത്രങ്ങൾ ഇപ്പം മറ്റു പ്രശസ്തരായിട്ടുള്ള ആരുടെയും പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ഗാലറി 5 ദിവസത്തേക്ക് സ്റ്റേറ്റ് പാർക്ക് സ്കൂളിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് കാണാം. അതിൻ്റെ മുമ്പ് ഇവിടെ സ്ഥിരമായിട്ടുള്ള കുറേ ചിത്രങ്ങളുണ്ട്.
പ്രത്യേക ഒരു നിഷ്കളങ്ക ഭാവമുണ്ട്, ഒരു മനോഹാരിതയുണ്ട്. കുട്ടികളുടെ ചിത്രത്തിന് എപ്പോഴും ഇതാണ് അവരുടെ കലാവൈഭവം, അവരുടെ കുഞ്ഞു മനസ്സിൽ നിന്നുണ്ടാവുന്ന ആ ഭാവനയ്ക്ക് ഒരു നിഷ്കളങ്കത്വമുണ്ട്. മരങ്ങളെല്ലാം വെട്ടി നശിച്ചാൽ കിളികൾക്കിരിക്കാൻ പിന്നെ വേറെ മാർഗമെന്ന് പറയുന്നത് വൈദ്യുത പോസ്റ്റിൻ്റെ കമ്പികളിലാണ്. അവിടെ നിന്ന് അവർ താഴെ കൂട് കൂട്ടി മുട്ടയിട്ട് വല്ലാത്ത ഒരവസ്ഥയാണ് കിളികൾ. അതും കുട്ടികളുടെ ഭാവനയിൽ നിന്നുണ്ടായതാണ്. കുട്ടികളുടെ ജീവിതം നമ്മൾ പരിസ്ഥിതി നശിപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒരു അവബോധം ഉണ്ടാക്കുന്നതാണ്. ഇത് നമ്മുടെ കുന്നും മലയൊക്കെ ഇടിച്ച് കളയുന്ന JCB ഒരു രാക്ഷസൻ്റെ ഇതായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ഇത് നമ്മൾ പ്രളയത്തിൽ മുങ്ങിയ ഒരു വീടും അവിടുത്തെ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന ആ അപകടങ്ങളെക്കുറിച്ച് പറയുന്നത്. നന്നായിട്ട് സംരക്ഷിക്കപ്പെടുന്നുണ്ട് അല്ലേ? നല്ല നന്നായിട്ട് സംരക്ഷിക്കപ്പെടുന്നു. ഷാൻലി പറ. ഷാൻലി എന്ന് പറയുമ്പം പത്തനംതിട്ടക്കാരാണ് ഞങ്ങൾ 4 പേര്, അറിയാമല്ലോ. പത്തനംതിട്ട HVACR എംപ്ലോയീസ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് ഷാൻലി. ഇത് ചേട്ടൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയാണ് വർഗീസ്. പുള്ളിയും പത്തനംതിട്ട സ്വദേശിയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നതിന് വേറൊരു ഉദ്ദേശമുണ്ട്. വന്നപ്പം ഈ ഒരു സ്ഥലം കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നൊരു ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു. മരം വളർത്തൂ, പരിസ്ഥിതി സംരക്ഷിക്കൂ. നമ്മൾ താഴെ കണ്ടായിരുന്ന കുട്ടികളുടെ ചിത്രങ്ങളിൽ മരം വെട്ടി നശിപ്പിക്കുമ്പോൾ പകരം വെച്ച് പിടിപ്പിക്കാതിരുന്നാലുള്ള ദൂഷ്യം, പക്ഷിമൃഗാദികൾ കഷ്ടപ്പെടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ താഴെ കുട്ടികളുടെ ഭാവനയിൽ കണ്ടു. അങ്ങനെ കോട്ടക്കുന്നിൻ്റെ വിശാലമായ നെറുകയിലേക്ക് എത്തിയിരിക്കുക. പൈഡൽ മിൽക്ക്, ഗോകാർട്ട്, സൈക്കിൾ പാർക്ക്, ഒരു വിശ്രമ കേന്ദ്രമുണ്ട്. കുട്ടികൾ കളിക്കുന്നതിനുള്ള സൈക്കിളൊക്കെ ഉണ്ട്. കടകളൊക്കെ ഉണ്ട്. ഉപ്പിലിട്ട അച്ചാറുകളുണ്ട്. നെല്ലിക്ക, മാങ്ങ, കരച്ചക്ക, പൈനാപ്പിൾ, എറന്തപ്പഴത്തിൻ്റെ ഈ മഞ്ഞ കളർ ഉപ്പിലിട്ട പപ്പായ. ഉപ്പിലിട്ടൻ്റെ ഒരു വൻ ശേഖരം തന്നെയുണ്ട്. ഇവിടെ കയറി വരുന്നവർക്ക് ഇതൊക്കെ കഴിച്ച് ഒക്കെ ഇതായിരിക്കും. നമ്മൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ പകൽ 11 മണിയാണ്. 11 മണി സമയത്തൊക്കെ ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട്
ഒരു 4 മണി കഴിഞ്ഞ ഒരു വെയിൽ മങ്ങിയ ഒരു 4-4:30 കൂടിയാണ് ഇവിടെ കൂടുതൽ ആൾക്കാരൊക്കെ എത്തിച്ചേരുന്നത്, കുട്ടികളൊക്കെ ആയിട്ട് എത്തിച്ചേരുന്നത്. പാടൽ ലാൻഡ്, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് പോയി. ഞാനിവിടെ ഇവിടെ വന്നിട്ടൊരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കയറി വന്നതല്ലേ, നല്ല ഒരു മരത്തിൻ്റെ തണലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വിവിധ കാർ ഗെയിമും ഒക്കെ ഉള്ളത് ഒരു സ്ഥലമാണ്. ചെയ്യുന്നുണ്ട് അടുത്ത് അവിടെ പോയിരുന്ന് കാർ ഗെയിം കളിക്കുക, അതിൻ്റെ ഒരു സ്ഥലമാണത്. പിന്നെ ഇവിടെയെന്ന് പറഞ്ഞാൽ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ മറ്റ് കുട്ടികൾ തന്നെ ഒരു പാർക്കാണ്. ബുൾ റൈഡ് 30 രൂപ കൊടുക്കുമ്പോൾ ബുൾ റൈഡേ കയറാം. ബുൾ റൈഡ് 30 രൂപ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു തടാകമുണ്ട്, ബോട്ട് സവാരിക്ക് ചെറിയ തടാകമുണ്ട്. അതിലിപ്പോൾ അത് ഓപ്പൺ ആയിട്ടില്ല, ഇപ്പോൾ അത് ഓപ്പണല്ല, ഈവനിങ്ങിലാണ് അതൊക്കെ ഓപ്പൺ ആയിട്ട് പോകുന്നത്. പ്രവേശന കവാടമാണ്, ഇപ്പോൾ ഓപ്പണല്ല എങ്കിലും ജസ്റ്റ് നമുക്കൊന്ന് കാണിക്കാമെന്നുള്ളത്. ഫാബിൾ ലാൻഡ് കാണാൻ പറ്റുമോ? ഇതാണ് ആ ബോർഡ്. ഇവിടുത്തെ അകത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം. അതായത് ഇവിടെ അതിൻ്റെ ഒരു ചെറിയ വിശദീകരണമുണ്ട്. ബോട്ടിങ്, ബുൾ റൈഡ്, ജമ്പിങ് റൈഡ് എന്ന് വെച്ചാൽ 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെ കുട്ടികൾക്ക് ടിക്കറ്റ് നിർബന്ധമാണ്. എൻട്രി ഓൺലി ഫോർ ഫാമിലി, അതായത് ഫാമിലിക്ക് ഇവിടെ വന്നിട്ട് ഈ റൈഡുകളിലെല്ലാം പങ്കെടുക്കുകയും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണത്, ചിൽഡ്രൻസ് പാർക്ക്. കുട്ടികളുടെ ട്രെയിന്, പിന്നെ കുട്ടികൾക്കുള്ള വിവിധ റൈഡുകൾ ഇവിടുണ്ട്. ഇതൊക്കെയാണ് കോട്ടക്കുന്നിലെ കാഴ്ചകൾ. കുട്ടികൾക്കുള്ള റൈഡിങ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഫാമിലിയായിട്ട് വന്ന് കുട്ടികളോടൊപ്പം ഒരു സായാഹ്നം ആഘോഷിച്ച് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കോട്ടക്കുന്ന്. വിശാലമായ ഗ്രൗണ്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വളരെ സജീവമാണ് കേട്ടോ. ഈ കാഴ്ചകളെല്ലാം വളരെ സജീവമാണ് വൈകുന്നേരങ്ങളിൽ. ഇവിടെ വിശാലമായ ഒരു ഗ്രൗണ്ടുണ്ട്. നമുക്കവിടെ ഒരു 1-2 റൈഡുകളുണ്ട്. പിന്നെ 60D സിനിമ, ഇൻഫിനിറ്റി റൂം, മിറർ മാസ്. അപ്പോൾ നമുക്കവിടെ നിന്ന് കയറി നോക്കാം. കയറാൻ ക്യാമറ നമുക്ക് ഉപയോഗിക്കാൻ സമ്മതിക്കുമെങ്കിൽ കയറാം. പാസ് എടുത്ത് കയറാൻ പറ്റത്തുള്ളൂ. നമുക്കൊന്ന് പോയി നോക്കാം. എന്നല്ലേ റോഡ് സലാഡ് വോർട്ടെക്സ് മിറർ മാസ് ഇൻഫിനിറ്റ്, അവിടോട്ടൊന്ന് പോകാം. 50 രൂപയാണ് ഇവിടെ കയറുന്നതിന് ഒരാൾക്ക് പാസ്. പാസ് എടുത്ത് ആംഗിളിൽ നമ്മളെ കാണാൻ പറ്റും. അവിടെ എല്ലാം നിൽക്കുന്നത് ലൈറ്റൊക്കെ ഇട്ടിട്ട് ആകാശത്തിൻ്റെ കാഴ്ചകൾ, ലൈറ്റിങ്ങിൻ്റെ കാഴ്ചകൾ, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ കൂടെ കാണാൻ പറ്റും. വേണ്ടത് ഇതാ
ഇതിലേ പോകേണ്ടത് വഴി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കേട്ടോ. എല്ലാം വഴി പോലെ തോന്നും കണ്ണൊക്കെ ആയതുകൊണ്ട്. അവിടെ തൊട്ട് വരുന്നതൊക്കെ കണ്ണാടികളോട്ടായിരിക്കും. അതായത് ഇത് കണ്ണാടിയാണ്. ഇത് വഴിയില്ല, ഇത് കണ്ണാടിയാണ്. ഇത് വഴിയില്ല, ഇതേ വഴിയില്ല. അതായത് വഴിയാന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ കയറി കണ്ണാടിയാണ്. ശരിക്കൊന്നും വേണ്ട, വഴിയൊക്കെ ഉണ്ട്, കണ്ടുപിടിച്ചിറങ്ങി പോകാറുണ്ട്. അതൊക്കെ പോകാൻ കേട്ടോ. ഇതൊക്കെ പിന്നെ കൃത്യമായിട്ട് ഇറങ്ങി പോകാൻ പറ്റുമെന്നൊക്കെ ഉള്ളൊരു പേടി നമുക്കുണ്ടാവും. ലൈറ്റിങ്ങിൻ്റെ ഒക്കെ അഡ്ജസ്റ്റ് മുന്നോട്ട് പോകണമല്ലേ, കണ്ണാടിയെ ചെന്ന് നമുക്ക് ഇടിക്കണ്ട, ഇടിയിട്ടില്ല. വഴിയില്ല, കണ്ണോട്ടന്മാരാണ് ഞങ്ങളല്ല ഞങ്ങള് കണ്ടുമുട്ടി. ഇനി അടുത്ത ഇത് ഡോറ. ജെയിംസ് ബോണ്ടിന്റെ മ്യൂസിക്കിന്റെ സിനിമ എന്ന് പറഞ്ഞത് ഇതുപോലെ അതെ. പിള്ളേർക്കൊക്കെ റൈഡുകളായിരുന്നില്ല. പിള്ളേർ ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ പാലം ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്യും. നമ്മളവിടെ ചെല്ലും. എത്ര കറണ്ട് വേണമല്ലേ? റൈഡിനകത്ത് 50 രൂപയാണ്. 50 ഒരു കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് വളരെ രസിക്കുകയൊക്കെ. പിന്നെ ഇതിനപ്പുറം നമുക്ക് 16D സിനിമ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് നോക്കാം. പക്ഷെ അവിടെ 100 രൂപയാണ് ഒരാൾക്ക്. എന്താവുമെന്ന് അറിയില്ല, എന്തായാലും പോയി. സിനിമ 16D. അതിനകത്ത് വെറൈറ്റി ഒക്കെ ഉണ്ടെന്നാണ് അറിയുന്നത്. സ്റ്റേഡിയം ഭയങ്കര സ്റ്റേഡിയമാണ്. ഈ നമ്മുടെ കോട്ടക്കുന്നിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ കാഴ്ചകളൊന്നും ഇനി ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടുന്ന് നല്ല ഇറങ്ങുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പരിപൂർണ്ണ സപ്പോർട്ട് നൽകുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.